നമസ്കാരം. സമൂഹത്തിലെ മാറ്റവും തിരക്ക് പിടിച്ച ജീവിത രീതിയുമെല്ലാം വിഷാദത്തിന് കാരണമാണ്. കോവിഡിന് ശേഷം വിഷാദ രോഗികളുടെ എണ്ണം കൂടി. വിഷാദരോഗവും ചികിത്സയുമാണ് ഇന്ന് ഡോക്ടർ ക്യൂവിൽ. സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് കോഴിക്കോട് നടക്കാവ് താര ക്ലിനിക്കിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റും KMCT മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സൊഹേബാണ്. ഡോക്ടർ, സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. നമസ്കാരം. ഡോക്ടർ, ഇപ്പോൾ ഒരുപാട് പേര് പറയുന്ന കാര്യമാണ് ഈ വിഷാദം, അതായത് ഡിപ്രഷൻ ട്രീറ്റ്മെന്റിലാണ് എന്നൊക്കെ ഉള്ളത്. എന്താണ് ഇതിന് കാരണം? അല്ലാതെ തന്നെ ഈ ഒരു കാലയളവില് ഇപ്പൊ ഒരു ജനറൽ പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ ഡിപ്രഷന്റെ ഒരു പ്രിവലൻസ് അല്ലെങ്കിൽ ഒരു പെർസെന്റേജ് എടുക്കുകയാണെങ്കിൽ ഒരു നിയർലി ഒരു 6-12% വരെ ആളുകളിൽ വിഷാദ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് കൂടെ പോകുന്നതാണ്. എന്നിരുന്നാലും ഒരു ഹ്യൂജ് പാൻഡമിക്, അതേപോലെ തന്നെ കോവിഡ് പോലെ തന്നെ ഒരു പാൻഡമിക് ഉത്ഭവിക്കുന്ന അവസരത്തില് അതിനോടനുബന്ധമായിട്ടുള്ള ഉത്കണ്ഠ, അതേപോലെ തന്നെ ആൾക്കാരുടെ ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ, ചികിത്സ എടുക്കേണ്ട രീതിയിലുള്ള പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ കുറെ കൂടി വലുതായതിന്റെ ഭാഗമായിട്ട് കുറച്ചും കൂടി ഹെൽപ്പ് എടുക്കുന്നതായിട്ട് കൂടിയിട്ടുണ്ട്. എന്നിരുന്നാലും കോവിഡ് വൈറസ് ചെറുതായിട്ട് ന്യൂറോളജിക്കലി എഫക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വിഷാദ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് പോസ്റ്റ് കോവിഡ് പീരീഡ് അല്ലെങ്കിൽ കോവിഡ് വന്നതിന് ശേഷമുള്ള ചെറിയ കാലയളവിൽ ഡിപ്രഷന്റെ അതേപോലെ തന്നെ ഉത്കണ്ഠ അനുബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടിന്റെ പെർസെന്റേജസ് ആക്ച്വലി കൂടിയിട്ടുണ്ട്. ശരി ഡോക്ടർ, മുൻപ് കാലത്തേക്കാൾ വ്യത്യസ്തമായി ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഡിപ്രഷൻ ഉണ്ടെന്നും അതിന് ചികിത്സിക്കാനും ഉള്ള അവർ തയ്യാറാണ്. അതെന്തുകൊണ്ടാണ് ഈ ഒരു മാറ്റം? ക്ലിയർലി ഇപ്പൊ കഴിഞ്ഞൊരു നിയർലി ഒരു 2 decades ഗവൺമെന്റ് തലത്തിലായാലും അതേപോലെ സെൻട്രൽ ഗവൺമെന്റ് തലത്തിലായാലും അതേപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ പ്രവൃത്തിന്റെ ഭാഗമായിട്ട് ആൾക്കാരുടെ ഇടയിലുള്ള അവബോധം ആക്ച്വലി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ആക്ച്വലി ഇത് ട്രീറ്റബിൾ ആണ്, അല്ലെങ്കിൽ ചികിത്സ അനുബന്ധമായിട്ടുള്ള മാറ്റങ്ങൾ വളരെ വലുതാണ്. അതേപോലെ തന്നെ ഇപ്പോ ചാനൽ തലങ്ങളിലുള്ള ചർച്ചകളായാലും എല്ലാത്തിലും ആക്ച്വലി മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് കൂടുതലാണ്, അതേപോലെ തന്നെ ഡിസ്കഷൻസ് കൂടുതലാണ്. ഇപ്പൊ WHO അതേപോലെ തന്നെ ഇങ്ങനെ ഹെൽത്ത് അതോറിറ്റീസ് ആണെങ്കിലും ഇതേപോലെ തന്നെ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ഉണ്ട്, വേൾഡ് സ്കിസോഫ്രീനിയ ഡേ ഉണ്ട്, ഡിപ്രഷൻ അനുബന്ധമായ ചികിത്സകളെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്ന ദിനങ്ങളുണ്ട്. ഇതെല്ലാം ആൾക്കാരുടെ ഇടയിലുള്ള അവബോധം തീർച്ചയായിട്ടും കൂട്ടിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ ആക്ച്വലി ചികിത്സ അനുബന്ധമായിട്ടുള്ള നമുക്ക് ഉള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആക്ച്വലി ഭയങ്കരമായിട്ട് വലുതായിട്ടുണ്ട്. ഉദാഹരണത്തിന് മരുന്നുകളാണെങ്കിലും അതിനോടനുബന്ധമായിട്ടുള്ള ട്രീറ്റ്മെന്റ് റെസ്പോൺസ് അല്ലെങ്കിൽ ചികിത്സിച്ചിട്ട് മാറുന്നതിന്റെ ആക്ച്വലി പെർസെന്റേജ് ഭയങ്കര വലുതാണ്. അതേപോലെ തന്നെ സൈക്കോതെറപ്പി അതൊക്കെ കുറെ അധികം ഇവോൾവ് ചെയ്തു. ഇതും ഒരു കാരണമായിരിക്കാം. ഡോക്ടർ, ഒരു കോളർ ഉണ്ട്, തലശ്ശേരിയിൽ നിന്നും അൻസാരിയാണ്. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ അൻസാരി പറയൂ. നമ്മളെ മോള് ചെറിയ ഒരു പഠിക്കുന്നവരല്ല 9ാം ക്ലാസ്സിൽ നിന്ന് പെട്ടെന്ന് നോക്കുമ്പോ നഴ്സറിയിലെ രൂപം പോലെ ആകുക. എഴുതാൻ നോക്കുമ്പോഴാണോ? ഇപ്പൊ പഠിക്കുന്നല്ലോ പഠിക്കുന്നതാണ് നോക്കുമ്പോ ഇപ്പൊ SLC പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ നോക്കുമ്പോ മൂപ്പർ ഒരു പെട്ടെന്ന് ഒരു തോന്നലായിട്ട് ഇപ്പൊ ഹോമിയോന്റെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത് ഡോക്ടർ? ഓക്കെ. അപ്പൊ അൻസാരി ചോദിച്ച ചോദ്യം, ഇപ്പൊ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകള് പഠനാനുബന്ധമായിട്ട് വളരെ പിന്നിലോട്ടാണ്, അല്ലെങ്കിൽ ഇപ്പൊ LKG അല്ലെങ്കിൽ നഴ്സറിയിൽ പഠിക്കുന്ന ഒരു കുട്ടീന്റെ അത്രയും ഇപ്പൊ എഴുത്തും കാര്യങ്ങളൊക്കെ അത്രയും എഴുതൂ എന്നുള്ള കാര്യത്തിൽ അപ്പൊ പല കാര്യങ്ങളായിരിക്കാം. ഞാൻ ബ്രീഫ്ലി ഡിസ്കസ് ചെയ്യാം. നമ്മൾ എപ്പോഴും മിസ് ചെയ്ത് പോകുന്ന ഒരു കാര്യം എന്താ പറഞ്ഞാല് കുട്ടികളിൽ ഉണ്ടാവുന്ന ഇന്റലക്ച്വൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യം അല്ലെങ്കിൽ മെന്റൽ റിട്ടാർഡേഷൻ, അത് യൂഷ്വലി ഏർലി ഓൺ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു കുട്ടി വളർന്നു വരുന്ന സാഹചര്യത്തിൽ മൈൽ സ്റ്റോൺസ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സാധാരണ കഴുത്തുറക്കുക, അതേപോലെ തന്നെ ഇരിക്കുക, കമിഴുക, നടന്നു തുടങ്ങുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാധാരണ മൈൽ സ്റ്റോൺസ് കുറച്ച് പിന്നോട്ടാവുന്ന അവസരത്തിൽ എപ്പോഴും ചുരുങ്ങിയത് പൊതുവെ നാട്ടിലൊരു കുറച്ച് കഴിയുമ്പോൾ ശരിയാവും എന്നുള്ളതാണ്. നേരെ മറിച്ചിട്ട് അതൊരു റെഡ് ഫ്ലാഗ് സൈൻ ആണ്. എന്തെങ്കിലും രീതിയിൽ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യണം, അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഒരു അവസ്ഥയുണ്ട്. അതുകൂടാതെ തന്നെ പിന്നെ മുന്നോട്ട് സ്കൂളുകളിലോട്ട് വരുന്ന സമയത്ത് പഠനാനുബന്ധമായിട്ട് പിന്നോട്ടാവുന്ന അവസരത്തിൽ കുട്ടികളിൽ കാണുന്ന പിരിമുറുക്കം, ഹൈപ്പർ ആക്ടിവിറ്റി ഏർലി ഓൺ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രീറ്റബിൾ ആണെങ്കിൽ ഫുള്ളി റിക്കവറബിൾ ആയിട്ടുള്ള ഒരു ഇൽനെസ് കൂടിയാണ് ADHD അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ പഠനാനുബന്ധമായിട്ട് പിന്നെയും ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഒരു 2-3 എത്തുമ്പോൾ എഴുത്താനുബന്ധമായിട്ട് ഇപ്പോ പൊതുവെ ഡിസ്ലെക്സിയ അല്ലെങ്കിൽ പഠന വൈകല്യം എന്നൊക്കെ പറയുന്നത്, ഇപ്പൊ ഒരു സ്പെസിഫിക് സബ്ജക്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ മാത്രം പിന്നോട്ട് പോവുക. അപ്പൊ ഇതൊക്കെ ആക്ച്വലി ചെറുപ്രായത്തിൽ ഇപ്പൊ 9 എത്തുന്ന സമയത്ത് പഠന വൈകല്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. കാരണം ഒരു കുറെ ആള് മുന്നോട്ട് പോയി, അല്ലെങ്കിൽ ക്ലാസ്സിലുള്ള ബാക്കി എല്ലാവരും കുറെ അധികം മുന്നോട്ട് പോയി. അപ്പൊ അതിനുണ്ടാക്കാവുന്ന മാറ്റങ്ങൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണെങ്കിൽ കൂടിയും ഇപ്പോഴും ആക്ച്വലി
കുട്ടിക്ക് സ്പെഷ്യൽ എന്താണെന്നുള്ള ആദ്യം IQ അസസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ബുദ്ധിമാന്ദ്യം അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യം സംബന്ധമായിട്ട് IQ അസസ് ചെയ്യണം. അതിനുശേഷം ആക്ച്വലി പഠന വൈകല്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിന് വേണ്ട ചികിത്സാ രീതികളുണ്ട്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഉണ്ട്, റെമഡിയൽ എഡ്യൂക്കേഷൻ ഉണ്ട്. ഇതൊക്കെ അവിടെ തലശ്ശേരിയിൽ തന്നെ ആക്ച്വലി അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനത്തെ ചികിത്സാ രീതികളായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ശരി ഡോക്ടർ, നമ്മൾ പലപ്പോഴും ഒരുപാട് നേരം ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, വൈകാരികമായി നമ്മൾ പ്രതികരിച്ചേക്കാം. എപ്പോഴാണ് ഇതൊരു ഡിപ്രഷൻ ആണെന്ന് നമ്മൾ തിരിച്ചറിയുക? ഏത് ഘട്ടത്തിലാണ് ചികിത്സ എടുക്കേണ്ടത്? അപ്പൊ ഈ കഴിഞ്ഞ ഒരു കോവിഡിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു ജോലി അനുബന്ധമായിട്ടുള്ള ചേഞ്ച് ഉണ്ടായത് പല ആളുകളും ആക്ച്വലി വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള ജോലിയായിട്ട് മാറുകയുണ്ടായി. അപ്പോ നമുക്ക് ക്ലിയർലി ഇപ്പൊ ജോലി അപ്പൊ ഒരാളുടെ ഒരു ഡിസ്ഫങ്ഷണൽ ആവുക അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടാവുക എന്നുള്ളത് കാണുന്നത് ഭയങ്കരമായിട്ട് ഒന്നില്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വളരെയധികം പിന്നോട്ട് വരുന്ന സമയത്താണ്. അപ്പൊ ഈ കഴിഞ്ഞ ഒരു 2 വർഷത്തെ കാലയളവിൽ ജോലിയും അതേപോലെ തന്നെ വീട്ടിലെ സാഹചര്യം എല്ലാം കൂടി ഇടകലർന്ന് മുന്നോട്ട് പോയതിന്റെ പേരിൽ പല ആൾക്കാരും വളരെയധികം സമ്മർദ്ദത്തിൽ പോവുകയുണ്ടായി. അപ്പൊ ഈ എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ ഒരു സമ്മർദ്ദാനുബന്ധമായിട്ട് ജോലി അല്ലെങ്കിൽ ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കം അല്ലെങ്കിൽ ആൾക്കാരുമായിട്ടുള്ള ഇടപഴകൽ, അതേപോലെ തന്നെ ഉറക്കം, അതേപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ബയോളജിക്കൽ സിംറ്റംസ്, ഉറക്കം, വിശപ്പ്, എല്ലാ കാര്യങ്ങളിലുള്ള താല്പര്യം, ഇതിലെല്ലാം എന്തെങ്കിലും പിന്നോട്ട് വരികയും നമ്മുടെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ കാര്യക്ഷമത കുറഞ്ഞു വരികയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഹായം ചോദിക്കേണ്ടതായിട്ടുണ്ട്. ശരി ഡോക്ടർ, സ്ത്രീകളിലാണോ പുരുഷന്മാരിലാണോ ഡിപ്രഷൻ കൂടുതൽ ആൾക്കാർ ചികിത്സ തേടുന്നത്? ഏത് കാറ്റഗറിയാണ്? ആക്ച്വലി എസ് നമ്മുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ജെൻഡർ ഡിഫറൻസിന്റെ ഭാഗമായിട്ട് ആണുങ്ങളിലുള്ള ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്താനുള്ള സാഹചര്യം ആണ് നമ്മുടെ ഇപ്പൊ പൊതുവെ കേരളത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കുറെ കൂടി കുറവാണെങ്കിൽ കൂടിയും ആണുങ്ങളിലാണ് ഹോസ്പിറ്റലിൽ എത്താനുള്ള സാധ്യത കൂടുതൽ. എന്നിരുന്നാലും സിംറ്റം വൈസ് അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലുമായിട്ട് പ്രകടമാവുക അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള സാഹചര്യം സ്ത്രീകളിലാണ് കൂടുതൽ. ഓൾദോ സ്ത്രീകളിൽ ഹോസ്പിറ്റലിൽ എത്തിപ്പെടാനുള്ള സാധ്യത ഭയങ്കര കുറവായിട്ടാണ് കണ്ടുവന്നിട്ടുള്ളത്. അത് പഠനങ്ങളുമാനുബന്ധമായിട്ടുള്ള ഡിസ്കഷനാണ്. ശരി, ഈ പാരമ്പര്യമായി ഈ ഡിപ്രഷൻ ഉണ്ടാവാറുണ്ടോ? അതായത് ഇപ്പോൾ അമ്മയിൽ നിന്ന് അത് അമ്മയുടെ മാനസിക നില നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, നമ്മൾ ചിന്തിക്കുന്നത് പോലെയാണ് ഒരു പക്ഷേ കുട്ടികൾ അങ്ങനെ ചിന്തിക്കും എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ശരിയാണോ? പ്രഗ്നൻസി അസോസിയേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയ കാലയളവിൽ ഉണ്ടായ മാനസിക സമ്മർദ്ദത്തിന്റെ പേരിൽ കുട്ടിക്ക് എത്രത്തോളം ഇൻട്രായൂട്രൈൻ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് അത് എത്രത്തോളം ബാധിക്കും എന്നുള്ളത് ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ഇല്ല. എന്നിരുന്നാലും ഗർഭാവസ്ഥയിലുള്ള സ്ത്രീ മദ്യപിക്കുകയോ പുകവലിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അതുപോലെ തന്നെ ടെറാട്ടോജനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈകല്യങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നുകൾ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടീനെ ബാധിക്കാം. എന്നിരുന്നാലും ജനിതകം വെറും അമ്മയിൽ നിന്ന് കുട്ടിയിലോട്ട് മാത്രമല്ല, അത് അച്ഛനിൽ നിന്നും പകരാം. അതേപോലെ തന്നെ ഫസ്റ്റ് ഡിഗ്രി അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളിൽ നിന്നാവും, അതിനുശേഷം സെക്കൻഡ് ഡിഗ്രി അതായത് ഗ്രാൻഡ് പാരന്റ്സ്, അതേപോലെ തന്നെ അങ്ങനെ വരാം. അപ്പൊ ഇതില് പല അസുഖങ്ങളും, ഉദാഹരണത്തിന് ഭയങ്കരമായിട്ട് ജനിതകമായിട്ട് മുന്നോട്ട് വരുന്ന ഒരു അസുഖമാണ് ആക്ച്വലി OCD, അതേപോലെ തന്നെ ഡിപ്രഷൻ, സ്കിസോഫ്രീനിയ. ഇതെല്ലാം ഭയങ്കര നല്ല, എന്നിരുന്നാലും ഒരു 20% വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഏതെങ്കിലും ഒരു പാരന്റ്, ഏതെങ്കിലും അച്ഛനെയോ അമ്മയ്ക്കോ എന്തെങ്കിലും ഒരു വിഷാദ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ പോലെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 5 സാധ്യത കുട്ടിക്ക് ഈ ജനിതകമായിട്ട് ഈ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ഓരോ അസുഖങ്ങളിലും ഭയങ്കര വേറിട്ട് നിൽക്കുകയും ചെയ്യും. ശരി ഡോക്ടർ, ഒരു കോളർ കൂടിയുണ്ട്. ജമാലാണ് കൊച്ചിയിൽ നിന്നും. സംസാരിച്ചോളൂ ഡോക്ടറോട്. ഹലോ ജമാൽ, പറയൂ. എന്റെ ഒരു സുഹൃത്തിനെ ആള് നല്ല ജോലിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം ഈ നമസ്കാരവും അതുപോലെ തന്നെ അദ്ദേഹം ഒരു വയലന്റ് ആയിട്ട് പെരുമാറുകയൊക്കെ ചെയ്യുന്നു. കേൾക്കുന്നില്ലേ സാറേ? എത്ര പ്രായം ഉണ്ടാവും സുഹൃത്തിന്? അദ്ദേഹത്തിന് ഒരു 50 വയസ്സുണ്ടാവും. 50 വയസ്സുണ്ടാവും. അദ്ദേഹത്തിന് ഈ ഭാഗം കഴിച്ചിട്ട് തൊടുപുഴ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. എന്നിട്ടും ആള് റിക്കവറി ആയില്ല. ക്ലിയർ ആയിട്ടുള്ളൊരു ഫുള്ളായിട്ടുള്ള ഹിസ്റ്ററി അതിനോട് കൂടുതൽ ഇൻഫോർമേഷൻ വേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും സാധാരണഗതിയിൽ ഇപ്പൊ ഈ ഒരു പ്രായത്തില് 50 വയസ്സിന് മുമ്പ് ഇതിനു മുമ്പ് ഒരു അസുഖങ്ങൾ ഉണ്ടാവാത്ത ആയിരുന്നോ? ഇത് ഒരു 16-17 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ഇതേമാതിരി എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അദ്ദേഹത്തിന് നായർസ് ഹോസ്പിറ്റലിൽ, കൊച്ചിയിൽ തന്നെ ഉള്ളേ, അതെ, അല്ല ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കാണിക്കാതെ നോർമൽ ആവുകയും ചെയ്തതാണ്. പിന്നീട് ഇദ്ദേഹം
ഈ ഒരു 16 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് അത്തരത്തിലുള്ള ഒരു പ്രക്രിയ വീണ്ടും കാണിക്കപ്പെട്ടത്. അങ്ങനെ അദ്ദേഹത്തെ ആ ഒരു ഇടയിലുള്ള കാലയളവ് തീർത്തും സുഖകരമായിട്ട് പോവുകയായിരുന്നു, ജോലിയൊക്കെ ചെയ്ത് നന്നായിട്ട് മുന്നോട്ട് പോകുന്ന ആളായിരുന്നു. അതെ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അദ്ദേഹം ജോലിക്കൊക്കെ പോകുമായിരുന്നു, ജോലി കൂലിപ്പണിയാണ്, ജോലിയൊക്കെ പോകുമായിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഓക്കെ, ഈ സുഹൃത്തിന് ഇപ്പൊ സാധാരണഗതിയിൽ ഇപ്പൊ ഇങ്ങനെ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഏറ്റവും സാധ്യത കൂടുതൽ ആക്ച്വലി ഉന്മാദ വിഷാദ രോഗം അല്ലെങ്കിൽ ബൈപ്പോളർ മൂഡ് ഡിസോർഡർ എന്ന് പറയുന്ന അസുഖം ആവാൻ സാധ്യത കൂടുതൽ. എന്നിരുന്നാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൃത്യമായ ചികിത്സയിലൂടെ, കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഭയങ്കര അത്യാവശ്യം ഒരു വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഇപ്പൊ ഒരു ബൈപ്പോളർ ഡിസോർഡറിന്റെ ഒരു ലൈഫ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഈ നിങ്ങളുടെ സുഹൃത്തിന് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും കുറച്ചും കൂടി ഒരു മയപ്പെട്ടത് അല്ലെങ്കിൽ അത്രയും അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്നത് അല്ലാത്തതായിരുന്നു. കാരണം കഴിഞ്ഞ ഏകദേശം 10-18 കൊല്ലം വലിയ അസുഖമൊന്നും ഇല്ലാതെ നന്നായിട്ട് മുന്നോട്ട് പോയിരുന്നു. എന്നിരുന്നാലും മനസ്സിലാക്കേണ്ടത് ഒരു ഉന്മാദാവസ്ഥ ഉണ്ടായി കഴിഞ്ഞാല് ചികിത്സയിലൂടെ അത് റെമിഷൻ എത്തുന്ന കാലയളവ് വരെ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണതയായിട്ടും പഴയ അവസ്ഥയിൽ എത്തുന്ന കാലയളവ് വരെ ചെറിയ അസ്വസ്ഥതകളും കാര്യങ്ങളും ഉണ്ടാവാം. അത് സാധാരണഗതിയിൽ ഏകദേശം 3 തൊട്ട് 6 മാസം വരെയുള്ള ഒരു കാലയളവ് ഉണ്ടാവാം. പക്ഷെ അതിനുശേഷം തീർത്തും ഏകദേശം ഒരു 80% ആൾക്കാരും പൂർണ്ണമായിട്ടും പഴയ അവസ്ഥയിലോട്ട് എത്താറുണ്ട്. അപ്പോൾ ആ ഒരു കാലയളവ് നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ കൃത്യതയോടുള്ള മരുന്ന് കഴിക്കുകയും അതേകൂടെ തന്നെ ബാക്കി കൗൺസിലിംഗ് കാര്യങ്ങളായിട്ടും മുന്നോട്ട് പോവുക തന്നെ വേണം. കാരണം അത് തീർത്തും ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതിനു മുമ്പ് 50 വയസ്സ് മുമ്പ് വരെ കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. മുന്നോട്ടും തീർച്ചയായിട്ടും ജോലിയും കാര്യങ്ങളും കുടുംബവും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആളും കൂടിയാണ്. അപ്പൊ കൃത്യതയോടുള്ള മരുന്ന് അതാണ് ഏറ്റവും ആവശ്യം. ശരി ഡോക്ടർ, ഇപ്പൊ നമുക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന് തോന്നിയാൽ ആരെയാണ് ആദ്യം കാണേണ്ടത്? അത് അങ്ങനെ ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ഒന്നുമില്ല. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലെ കാണണ്ട. കാരണം മെന്റൽ ഹെൽത്ത് അലൈഡ് ഇതിൽ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുണ്ട്. അതേപോലെ തന്നെ ഇപ്പോ ഗവൺമെന്റിന്റെ പോളിസിന്റെ ഭാഗമായിട്ട് ഇപ്പോ ഗ്രാസ് റൂട്ട് ലെവലിൽ ആക്ച്വലി ആശാ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പൊ സ്ക്രീനിങ് ടൂളൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പൊ ഒരു അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്ത് സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത്. അതിനുശേഷം ആക്ച്വലി ഇപ്പൊ മരുന്നുപരമായിട്ടുള്ള ചികിത്സകളാണോ വേണ്ടത്, ബേസ്ഡ് ഓൺ സിവിയറിറ്റി, എന്താണ് ആക്കം, എത്രത്തോളം അസ്വസ്ഥതകളുണ്ട്, അതിനോടനുബന്ധമായിട്ടുള്ള സിംറ്റംസ്, അനുബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കണ്ടുപിടിച്ചതിന് ശേഷം ചികിത്സാ രീതികൾ ആക്ച്വലി തിരഞ്ഞെടുക്കാവുന്നത് കൂടിയാണ്. ശരി, ഡോക്ടർ ക്യൂവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ ക്യൂവിലേക്ക് വീണ്ടും. ഡോക്ടർ, ഈ കോവിഡ് വന്നു പോയ ആൾക്കാരിൽ സ്ട്രെസ്, അങ്ങനെ വിഷാദം, അത്തരം പ്രശ്നങ്ങൾ കാണപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, ശരിയാണോ? ഇപ്പൊ ഈ കോവിഡ് വൈറസ് അനുബന്ധമായിട്ട് കൂടുതൽ റിസർച്ചുകൾ വരുന്നേ ഉള്ളൂ. എന്നിരുന്നാലും ഇപ്പോഴത്തെ എവിഡൻസ് പ്രകാരം അത് നമ്മുടെ മസ്തിഷ്കത്തെ അല്ലെങ്കിൽ ബ്രെയിനിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പൊ അതിനോടനുബന്ധമായിട്ടുള്ള മൂഡ് ചേഞ്ചസ്, ഇപ്പോ ആദ്യകാലങ്ങളിൽ നീണ്ട കാലമുള്ള ഐസൊലേഷൻ ആൾക്കാരിലെ മാനസിക സമ്മർദ്ദം ഉയർത്തിയിരുന്നു. എന്നിരുന്നാലും ഡയറക്ട്ലി കോവിഡ് വൈറസ് മസ്തിഷ്കത്തിനെ എഫക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന സീക്വല്, അതിനോടനുബന്ധമായിട്ടുള്ള മാനസികാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ക്ലിയർലി അത് കുറെയൊക്കെ വിഷാദ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടാറുണ്ട്, ഉത്കണ്ഠ അനുബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടാറുണ്ട്, അതേപോലെ തന്നെ OCD അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറും കൂടാറുണ്ട്. ശരി, പലരിലും ഇപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാകും, ചിലരത് ഉണ്ടാകണമെന്നുമില്ല. അവരെ നമുക്ക് എങ്ങനെ മാനസികമായി അതിന് പ്രാപ്തരാക്കാം? എപ്പോഴും ആൻസൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠയ്ക്ക് ഏറ്റവും വലിയൊരു കാരണം നമുക്ക് അതിന്റെ ഒരു എൻഡ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിന് എന്താണ് അതിന്റെ ഒരു അവസാനം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു അനിശ്ചിതാവസ്ഥയാണ്. അപ്പൊ ബേസിക്കലി പ്രോബ്ലം സോൾവിങ് സ്കിൽ അല്ലെങ്കിൽ കഴിവുകൾ നേടുന്നതിന്റെ ഏറ്റവും വലിയൊരു ഭാഗം നമുക്ക് ബേസിക്കലി കുറെ കൂടി പ്രിപ്പയർഡ് ആവുക എന്നുള്ളതാണ്. അപ്പൊ ഒരു വളരെ സ്ട്രക്ചർഡ് ആയിട്ടുള്ള ദിവസം അല്ലെങ്കിൽ ഷെഡ്യൂൾ അല്ലെങ്കിൽ ഒരു വളരെ ഓർഡറിനോടുള്ള ഒരു ജീവിതം ഒരു ലെവല് വരെ ആക്ച്വലി ഉത്കണ്ഠകൾ ഒഴിവാക്കാൻ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുകൂടാതെ തന്നെ പിന്നെ വ്യായാമം, എക്സസൈസ്, ഒരു റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ആക്ച്വലി ഭയങ്കരമായിട്ട് ഒരു മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെന്റൽ പ്രിപ്പയർനെസ് ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കും. അതുകൂടാതെ തന്നെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് സമ്മർദ്ദം ചെലുത്തുന്ന വേറൊരു കാര്യം ഈ ഒരു കാലയളവിലുള്ള ക്ലിയർ ആയിട്ടുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമാണ്. അപ്പോൾ അമിതമായിട്ടുള്ള ലഹരി ഉപയോഗം തീർച്ചയായിട്ടും എപ്പോഴും മാനസികാസ്വാസ്ഥ്യം കൂട്ടുകയും അതേപോലെ തന്നെ ഡിപ്രഷൻ, അതേപോലെ തന്നെ ഉത്കണ്ഠാനുബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഭയങ്കരമായിട്ട് കൂട്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിൽ നിന്ന് മാറി നിൽക്കുകയും ഒരു കോളർ കൂടിയുണ്ട്, പിറവത്ത് നിന്ന് വിജയനാണ്. ഡോക്ടറോട് സംസാരിച്ചോളൂ. നമസ്കാരം. ഹലോ, നമസ്കാരം വിജയൻ, പറയൂ. എനിക്ക് വർഷങ്ങളായിട്ട് ഭയങ്കര ഭയം, നെഞ്ചിടിപ്പ്, ഞരമ്പുകളിൽ ഇങ്ങനെ പിരിമുറുക്കം, നമ്മൾ നടക്കുന്നു പോകുമ്പോ ഒരു ബാലൻസ് കിട്ടാതെ വരിക, ഇത് വർഷങ്ങളായിട്ടുണ്ട്. അത് മരുന്ന് ആദ്യകാലത്തൊക്കെ മരുന്ന് കുറെയൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്?
ഈ പറഞ്ഞ വിജയൻ, ഈ പറഞ്ഞ ഈ ഞരമ്പുകളിലെ പിരിമുറുക്കം, അതുപോലെ തന്നെ ഈ ബാലൻസ് ഇല്ലായ്മ, അതേപോലെ തന്നെ നെഞ്ചെടുപ്പ് കൂടുകളും എപ്പോഴും ഉണ്ടാവോ അത് ഇടയ്ക്ക് ഇടവിട്ട് വന്നു പോവുകയാണോ ചെയ്യുക? എപ്പോഴും ഉണ്ട്, എല്ലാ നേരത്തും ഉണ്ട്. ഈ ഡൈക്സിഫാം പോലെയുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ട്, പക്ഷെ അത് കഴിച്ചിട്ടും പ്രയോജനമൊന്നുമില്ല. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് വിജയൻ. ഇപ്പൊ ഈ ലാസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് എടുത്തിട്ടുള്ള മരുന്നാണോ അതോ സ്വയം എടുക്കുകയാണോ? അതെ അതെ, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുന്നതാണ്. ഓക്കെ, ഫൈൻ. ഓക്കെ വിജയൻ, അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ രണ്ട് രീതിയിലാണ്. അപ്പൊ നമ്മുടെ ഉത്കണ്ഠ അല്ലെങ്കിൽ ആങ്സൈറ്റി സ്പെക്ട്രം എന്ന് പറയുന്ന പല രീതിയിലുള്ള ഉത്കണ്ഠ രോഗങ്ങളാണ്. അപ്പൊ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള പിരിമുറുക്കം, എല്ലാ നേരത്തും സ്ഥായിയായിട്ട് ഒന്നിനും ഒരു സമാധാനം കിട്ടായ്മ, തുടർച്ചയായിട്ട് മിടിപ്പ് കൂടുക, അതേപോലെ തന്നെ പിരിമുറുക്കം പോലെ, അല്ലെങ്കിൽ സാധാരണ ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയും. എല്ലാ സമയത്തും മൈഗ്രൈനായിട്ട് തെറ്റിദ്ധരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ടെൻഷൻ ഹെഡേക്ക്. ഈ ഒരു ഫോർ ഹെഡും അതേപോലെ തന്നെ കഴുത്തിന്റെ ഭാഗത്തുള്ള വെലിവ്, അതേപോലെ അതുകൊണ്ടാണല്ലോ പിരിമുറുക്കം എന്നുള്ള പേരും വരുന്നത്. അപ്പൊ ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക്, അപ്പൊ ഇതൊക്കെ ആക്ച്വലി ഉത്കണ്ഠാനുബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുബന്ധമായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പൊ കൃത്യമായിട്ട് ചികിത്സയുള്ളതാണ് ഉത്കണ്ഠാനുബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്. അപ്പൊ നേരെ മറിച്ചിട്ട് ഓപ്ഷൻസ് സാധാരണ അതിൽ SSRI എന്നൊക്കെ പറയും. SSRI മരുന്നുകൾ അനേകമാണ്, എന്നിരുന്നാലും ഭയങ്കര എഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന അസുഖമാണ് ഉത്കണ്ഠാനുബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്. അതുകൂടാതെ തന്നെ ചില കാലയളവിൽ മാത്രം നെഞ്ചെടുപ്പ് കൂടുകയും അതേപോലെ തന്നെ പാനിക് ലൈക്ക് സിംപ്റ്റംസ്, പാനിക് ഡിസോർഡർ എന്ന് പറഞ്ഞ അസുഖമുണ്ട്. അത് എപ്പോഴും അല്ല, പക്ഷെ ഒരു കാരണവും ഇല്ലാതെ പെടുന്നതിനുള്ള നെഞ്ചെടുപ്പ് കൂടുക, മിടിപ്പ് കൂടുക, തല കറങ്ങുന്ന പോലെ അസ്വസ്ഥം, അതേപോലെ തന്നെ ഇപ്പൊ മരിച്ചു പോകുന്നുള്ള തോന്നലുണ്ടാവും. അത് പാനിക് അറ്റാക്സ് അല്ലെങ്കിൽ പാനിക് ഡിസോർഡർ എന്നാണ് പറയാം. ഇപ്പൊ ഈ ഉത്കണ്ഠ അടങ്ങുന്ന എല്ലാ രീതിയിലുള്ള ഉത്കണ്ഠാനുബന്ധമായ ബുദ്ധിമുട്ടുകളും കൃത്യമായിട്ടുള്ള ചികിത്സയുണ്ട്. സാധാരണഗതിയിൽ ഓൾമോസ്റ്റ് ഒരു 95% ആൾക്കാർക്കും പൂർണ്ണമായിട്ടും ഭേദമാവേണ്ടതുമാണ്. ശരി ഡോക്ടർ, ഒരു കോളർ കൂടിയുണ്ട്, കോട്ടയത്ത് നിന്നും അനൂപാണ്. ഡോക്ടറോട് സംസാരിച്ചോളൂ. നമസ്കാരം. പറയൂ. നമസ്കാരം ഡോക്ടർ. ഞാനൊരു 10-15 വർഷക്കാലമായിട്ട് ഈ ബൈപോളാർ മൂഡ് ഡിസോർഡറിന് ചികിത്സ തേടുന്ന വ്യക്തിയാണ്. ഹലോ പറയൂ. ഞാൻ പലപ്പോഴും പല സമയങ്ങളിലും രോഗം ചില സമയത്ത് തീവ്രമായിട്ട് എന്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ആരോടും പറയാതെ യാത്ര ചെയ്യുകയും അതിമയം ചില സമയങ്ങളിൽ അമിതമായ ലഹരി ഉപയോഗിക്കുകയും ചെയ്യും. എനിക്ക് ഉറക്കം വളരെ കുറവാണ്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ നിരന്തരമായ യാത്രയാണ്. പിന്നെ ഈ പരസ്പര വിരുദ്ധമായ ബോധമില്ലാതെ സംസാരിക്കുന്ന അവസ്ഥ, ഇതൊക്കെയാണ് എന്റെ സംഭവം. അനൂപ് ഏകദേശം എത്ര വയസ്സ് കാണും അനൂപ്? എനിക്ക് 36. ഓക്കെ അനൂപ്, ഏത് കാലയളവിലാണ് ആദ്യമായിട്ട് ബൈപോളാർ ഡിസോർഡർ ഉണ്ടെന്ന് അതിനോടനുബന്ധമായുള്ള ചികിത്സയും തുടങ്ങിയിട്ടുള്ളത്? ഒരു 11 years ബിഫോർ ആണ്. 11 വർഷം. ഓക്കെ, ശരി. അനൂപ്, ആക്ച്വലി ബൈപോളാർ ഡിസോർഡർ അല്ലെങ്കിൽ ഉന്മാദ വിഷാദ രോഗം ഞാൻ നേരത്തെ പറയുകയുണ്ടായി, ഇടക്കാലയളവിൽ ആക്ച്വലി എപ്പിസോഡിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ കാലയളവിൽ മാത്രം ഒന്നില്ലെങ്കിൽ ഉന്മാദാവസ്ഥ അല്ലെങ്കിൽ വിഷാദ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്, അത് ഇടകലർന്ന് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതാവസ്ഥയാണ് ബൈപോളാർ മൂഡ് ഡിസോർഡർ. ഇപ്പോ ചികിത്സ കുറെ മുന്നോട്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് നിയർലി ഏകദേശം ഒരു 6ൽ കൂടുതൽ തരം മൂഡ് സ്റ്റെബിലൈസേഴ്സ് അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് ചികിത്സകൾ ഇപ്പൊ ഉണ്ട്, കൃത്യമായിട്ടുള്ള മരുന്ന് ചികിത്സകൾ. അതുകൂടാതെ തന്നെ മരുന്നനുബന്ധമായിട്ട് അല്ലാതെ തന്നെ ആക്ച്വലി സൈക്കോതെറപ്പിന്റെ ഭാഗമായിട്ട് ഈ മൂഡ് സിംറ്റംസ് അല്ലെങ്കിൽ ഇതിനോട് അനുബന്ധമായിട്ടുള്ള ചെറിയ വ്യതിയാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും ആക്ച്വലി മരുന്ന് കൃത്യതകളോട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാവുന്നത് ബ്രേക്ക് ത്രൂ എപ്പിസോഡ്സ്, അല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ടും പിന്നെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുള്ള ബ്രേക്ക് ത്രൂ എപ്പിസോഡ്സ്. അപ്പൊ ഇപ്പൊ ഉള്ള കാലയളവിൽ എടുക്കുന്ന മരുന്നുകളുടെ പോരായ്മയോ അല്ലെങ്കിൽ അതിനോടനുബന്ധമായിട്ട് ഇടയ്ക്ക് വിട്ടു പോകുന്നതോ കാരണമായിരിക്കാം. ഇപ്പൊ ഇതിനോടനുബന്ധമായിട്ടുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ കാണിക്കുന്ന ഡോക്ടറോട് നിങ്ങൾ സംസാരിക്കേണ്ടതാണ്. ഓക്കെ ഡോക്ടർ, ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അതിനെ എങ്ങനെ മറികടക്കാൻ സാധിക്കും? ഏതുതരം ചികിത്സയാണ് അവർക്ക് നൽകേണ്ടത്? ഓക്കെ, അപ്പൊ രണ്ട് രീതിയിലാണ്. അപ്പൊ ഒന്ന് ആന്റിപാർട്ടം അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് മുന്നോടിയായി തന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്ത്രീകൾ പിന്നെ പ്രഗ്നൻസിയിൽ എത്തുമ്പോൾ അവർക്ക് അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളും ബുദ്ധിമുട്ടുകളും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആക്ച്വലി ഇതിനോടനുബന്ധമായിട്ട് കൃത്യമായിട്ട് ഇതിനു മുമ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന മരുന്നുകളൊക്കെ തുടരാനും അതിനോടനുബന്ധമായിട്ട് പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള മരുന്നുകളുണ്ട്. ഈ പ്രഗ്നൻസി കാലയളവിൽ കുട്ടിക്ക് ഒരു രീതിയിലും വൈകല്യം വരാത്ത രീതിയിലുള്ള ചികിത്സാ രീതികൾ ഇഷ്ടംപോലെയുണ്ട്. ആ ചികിത്സകളൊക്കെ തുടർന്നുകൊണ്ട് തന്നെ കുട്ടി ആ പ്രഗ്നൻസി തുടരുകയാണ് അങ്ങനെയുള്ള ഒരു അമ്മ ചെയ്യേണ്ടത്. അപ്പൊ അതല്ലാതെ പിന്നെ യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർക്കും കൂടി ഇപ്പൊ ജന്തുക്കളുടെ സാധ്യതകളും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി സ്വഭാവ സംബന്ധമായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടായിരിക്കാം.
അല്ലാതെ തന്നെ ഒരു കാരണവുമില്ലാതെയും ആക്ച്വലി ഫസ്റ്റ് പ്രഗ്നൻസി അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രഗ്നൻസി ആകുമ്പോൾ സ്ത്രീകളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഡോക്ടർ, ഒരു കാര്യം കൂടി, ഈ പലപ്പോഴും ഈ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഈ കുടുംബ പ്രശ്നം വലിയ പ്രശ്നങ്ങളായി മാറുകയും കുടുംബ പ്രശ്നം അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പലപ്പോഴും പ്രസവിക്കുന്ന കുട്ടികളെ അപ്പം തന്നെ കൊല്ലുന്ന അമ്മമാരുണ്ട്. അപ്പം അവരെ കൗൺസിലിങ്ങിലൂടെ തന്നെ മാത്രം മാറ്റാൻ സാധിക്കുമോ, അതോ എങ്ങനെയാണത്? അതും എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചികിത്സാനുബന്ധമായിട്ട് ഇപ്പൊ എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കുന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോ ഒന്ന് പെരിപ്പാർട്ടം അല്ലെങ്കിൽ ഈ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു കാലയളവിൽ എന്തെങ്കിലും മാനസിക സംബന്ധമായിട്ടുള്ള സമ്മർദ്ദമോ അതേപോലെ തന്നെ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് നിസ്സാരവൽക്കരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം പഴയ കാലത്തുള്ള ആൾക്കാർ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നതാണ്, അപ്പൊ അത് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. നേരെ മറിച്ച് അത് അങ്ങനെയല്ല. അപ്പൊ അങ്ങനെ ചികിത്സ കിട്ടാത്തതും അതുപോലെ തന്നെ ചികിത്സയിൽ ഇരിക്കുന്ന സമയത്ത് മരുന്ന് തുടരാത്തതുമായിട്ടുള്ള കുറെ സ്ത്രീകളെ എപ്പോഴും കാണാവുന്നതാണ്. അപ്പൊ ചികിത്സാനുബന്ധമായിട്ട് കറക്റ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു ലെവൽ വരെ ആക്ച്വലി ഈ ചികിത്സിക്കാവുന്നതും അതുപോലെ തന്നെ സൈക്കോട്ടിക് എപ്പിസോഡ്സ് അതേപോലെ തന്നെ ഈ ഒരു ഏതാണ് സത്യാവസ്ഥ എന്നും തിരിച്ചറിയുന്നതിൽ നിന്ന് വ്യത്യസ്തത അല്ലെങ്കിൽ അതിനോടനുബന്ധമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുന്ന സ്ത്രീകളിൽ ക്ലിയർലി മരുന്ന് ചികിത്സ തന്നെ വേണ്ടിയിരിക്കുകയാണ്. ശരി. യുവാക്കളിലെ മാനസികാരോഗ്യത്തെക്കുറിച്ചാണ് KMCT മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സൊഹേബ് വിശദമായി സംസാരിച്ചത്. നന്ദി ഡോക്ടർ. നന്ദി, നമസ്കാരം. ഡോക്ടർ ക്യൂ പൂർണ്ണമാകുന്നു. നമസ്കാരം.